സഭാ കൂട്ടായ്മയിൽ തിരുവചന ശ്രവണം നടത്തുമ്പോൾ പരദീസ അനുഭവമാണ് ലഭിക്കുന്നതെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൻസ നഗർ ആതിഥ്യമരുളുന്ന അന്തർദേശീയ അഭിഷേകാഗ്നി കൺവെൻഷൻ 12 കാൽനാട്ട് കർമ്മം നിർവഹിച്ച് സന്ദേശം നൽകുകയായിരുന്നു മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്ക് വചനാഗ്നിയിൽ സ്വയം ജ്വലിക്കാനും മറ്റുള്ളവരെ ജ്വലിപ്പിക്കാനും കഴിയണമെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. വിശ്വാസ വർഷാചരണത്തിന്റെ പുണ്യത്തിലാണ് 3 പതിറ്റാണ്ട് പൂർത്തീകരിക്കുന്ന ബൈബിൾ കൺവെൻഷൻ എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഡിസംബർ 19 മുതൽ 23 വരെ തീയതികളിലാണ് ഭാരത കത്തോലിക്കാ സഭയുടെ പ്രഥമ വിശുദ്ധ അൽഫോൻസാമയുടെ ആത്മീയ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഭരണങ്ങാനം തീർത്ഥാടന കേന്ദ്രത്തിൽ അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുന്നത്. ഭരണങ്ങാനം സെന്റ് മേരീസ് ഫോറനപ്പള്ളി അങ്കണത്തിലാണ് 1,00,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൂറ്റൻ പന്തലിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. അട്ടപ്പാടി സെഗ്യോൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ പ്രശസ്ത വചനപ്രഘോഷൻ ഫാദർ സേവ്യർ ഖാൻ വട്ടായിലിന്റെ നേതൃത്വത്തിലുള്ള 200 അംഗ ടീമാണ് അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. 5 ദിനം നീളുന്ന വചന വിരുന്നുകളിൽ വിശുദ്ധ കുർബാനയ്ക്കും മറ്റ് ശുശ്രൂഷകൾക്കുമായി വൈദിക മരതീക്ഷന്മാരും എത്തിച്ചേരും. ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്, മാർ ജോസഫ് കല്ലറങ്ങാട്ട്, മാർ മാത്യു അരക്കൽ, മാർ ജേക്കബ് മുരിക്കൻ, മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ എന്നിവർ വിവിധ ദിവസങ്ങളിൽ ശുശ്രൂഷകൾ നയിക്കും. കൺവെൻഷന് രൂപത ഒന്നാകെ ആത്മീയമായ പ്രാർത്ഥനാ ഒരുക്കവും ആരംഭിച്ചിട്ടുണ്ട്. മാർ ജോസഫ് കല്ലറങ്ങാട്ട് രക്ഷാധികാരിയായ 1001 അംഗ സമിതിയാണ് ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കൺവെൻഷൻ വിജയത്തിനായി രൂപതയിലെ 169 ഇടവകളിലും എല്ലാ സന്യാസിനി ഭവനങ്ങളിലും മുഴുവൻ കുടുംബങ്ങളിലും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും നടക്കുന്നുണ്ട്. 12 നാലാട്ട് കർമ്മത്തിൽ വൈദികരും സന്യസ്തരും ആത്മായരും അടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു.